നമുക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണമെന്ന് പഠിക്കണം. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളിൽ നിന്നാണ്. മദറിൻ്റെ ജീവിതത്തിലെ എന്നെ സ്പർശിച്ച വായിച്ചറിഞ്ഞ സംഭവങ്ങളിൽ ഒന്ന് ഓർക്കുന്നു. കൽക്കട്ട നഗരത്തിൻ്റെ തെരുവിൻ്റെ മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മദർ ഒരിക്കൽ വിശന്നു തളർന്ന മക്കൾക്ക് വേണ്ടി സമൂഹത്തിലെ പ്രമുഖ വ്യവസായിയുടെ മുമ്പിൽ കൈനീട്ടി. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരണം എന്ന് യാചിച്ചപ്പോൾ ആ മനുഷ്യൻ അവജ്ഞയോടെ ആ നീട്ടിയ കരങ്ങളിൽ കാർക്കിച്ച് തുപ്പി. അടുത്ത നിമിഷം തന്നെ ആ തുപ്പൽ വസ്ത്രത്തിൽ തുടച്ച് മദർ വീണ്ടും കൈനീട്ടി. എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരണം. മദറിൻ്റെ ഈ പ്രവൃത്തിയാൽ ആ മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് വരികയും മദറിന് വേണ്ടത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ ക്ഷമയും എളിമയും നിറഞ്ഞ വേദനിക്കുന്ന വിശക്കുന്ന മക്കളിൽ ദൈവത്തെ ദർശിച്ച സ്നേഹനിധിയായ അമ്മ. നമ്മിലേക്ക് തന്നെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രമാണ് നമ്മുടെ സ്നേഹവും അതിനോട് ചേർന്നുള്ള പ്രവർത്തികളും. വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു. എന്തെന്നാൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. മദറിനെ പോലെ സഹായമർഹിക്കുന്നവരിൽ ദൈവത്തെ നമുക്ക് ദർശിക്കാം.